നമുക്കപ്പോൾ സ്മൃതി അന്വേഷിച്ച ആളുണ്ട്, ജ്യോതികുമാർ ചാമക്കാല. സ്മൃതി ചോദിക്കുകയായിരുന്നു, ആ ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ നിങ്ങൾ പരസ്പരം പോരടിച്ചതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ട്രോളും രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായി CPM മാറ്റില്ലേ? അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ വരെ രണ്ട് ചേരിയിൽ നിന്നവരാണ്. നന്നായി സംസാരിച്ചിട്ടുണ്ട്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇച്ചിരി പരിധി വിട്ട് സംസാരിക്കേണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന സ്വഭാവം അത് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് അത് വൈറലായി. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും എടുത്ത സ്റ്റാൻഡിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പരിധി വിട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ പരിധി വിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ തീർച്ചയായിട്ടും അപ്പോൾ അവിടെയാണ് പ്രശ്നം. അങ്ങനെ വിട്ടുവരുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്, ഒരു എതിരാളി നഷ്ടപ്പെട്ടു എന്നുള്ള ഭാഗം. അതെ സ്മൃതി, ജ്യോതിയുടെ സങ്കടം ടെലിവിഷൻ ഡിബേറ്റുകളിൽ ഒരു എതിരാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്വന്തം പാളയത്തിലേക്ക് വന്നു. ഒപ്പം താമസിയാതെ സ്വന്തം പാളയത്തിൽ അദ്ദേഹം എതിരാളിയാവോ എന്നുള്ള കാര്യം കൂടി ഒരിക്കലില്ല. ബാക്കിയുടെ കേട്ടോളൂ. ഒപ്പം എൻ്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ സന്തോഷവുമുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ വന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഒപ്പം ഒരു വ്യക്തിപരമായ ചെറിയ ബുദ്ധിമുട്ട്, അതായത് ഒരു നല്ല എതിരാളി, അതായത് പഠിച്ചിട്ട് പറയുന്ന, അതെ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പറയുന്ന, പിന്നെ അതുപോലെ തന്നെ വേണ്ടി വന്നാൽ കയ്യാങ്കളുടെ വക്കോളം എത്തിക്കാൻ കഴിയുന്ന രണ്ടുപേർ. ആ കാര്യത്തിൽ ഷെയ്ൻ വോണും സച്ചിൻ തെണ്ടുൽക്കറും പോലെ, അതായത് ഷെയ്ൻ വോൺ വിരമിക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറുള്ള സങ്കടം പോലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കുള്ള സങ്കടം. പക്ഷേ സ്വന്തം ക്യാമ്പിൽ വരുമ്പോൾ ഒരു പോരാളിയെ കിട്ടും. വിരമിക്കുക അല്ലായിരുന്നു, IPL ലേലത്തിൽ ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ല അങ്ങനെ ദുർവ്യാഖ്യാനം വേണ്ട. ഞാനത് പറഞ്ഞത് താങ്കൾ ഉദ്ദേശിച്ച ആ ക്രിക്കറ്റ് ഭാഷ തന്നെ ഉപയോഗിച്ചേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനകത്ത് രാഷ്ട്രീയം ചേർക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? സന്ദീപ് വാര്യർ കോൺഗ്രസിനെ വിവരം അറിയിച്ചു. കോൺഗ്രസ് ആ കാര്യം തീരുമാനിച്ചു. അതോടുകൂടി കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരാനുള്ള കളമൊരുങ്ങിയെന്നാണ്. പക്ഷേ നിങ്ങൾ സ്ട്രാറ്റജിക്കലായി നീങ്ങിയതിന്റെ ഒരു കാര്യം നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ആദ്യം CPM നേതാക്കളെ കൊണ്ട് സന്ദീപ് വാര്യർ നല്ലതാണെന്ന് പറയുക, അദ്ദേഹം കോൺഗ്രേഡ് ആവാൻ പറ്റിയ ആളാണെന്ന് പറയുക, അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് CPM-നെ കൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ആ സാഹചര്യത്തിൽ പിന്നീട് നിങ്ങൾ സന്ദീപ് വാര്യരെ സ്വീകരിച്ചപ്പോൾ CPM-നെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാക്കിയോ നിങ്ങൾ? അല്ല, CPM അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഏറെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ തള്ളി പറയാൻ പറ്റുമോ? അവർക്ക് വേണേൽ തള്ളി പറയാം, പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് 51 കേസ് അറിയാം, പല കേസുകളും. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു നേതാവാണ്, ചെറുപ്പക്കാരനായ നേതാവാണ്, പഠിക്കുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന നേതാവാണ്. സന്ദീപ് വാര്യരിന് നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. കോൺഗ്രസിന് സന്ദീപ് വാര്യരെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ജ്യോതിയും സന്ദീപും കൂടി ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കണം, നടക്കുമോ ഇപ്പോൾ? ഞാൻ തയ്യാറ്. സന്ദീപും